നമസ്കാരം പ്രിയമുള്ളവരെ, എല്ലാവർക്കും മീഡിയയിലേക്ക് ഒരിക്കൽ കൂടി ഹാർദമായ സ്വാഗതം. രാഹുൽ ഗാന്ധിയെയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയും സുപ്രീം കോടതിയിലെ 3 മുൻ ജഡ്ജിമാർ പരസ്യമായ സംവാദത്തിന് ക്ഷണിച്ചിരിക്കുകയാണ്. ഭാരതം നേരിടുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് കേരളത്തിൽ ഇന്ത്യയിലെ പ്രമുഖമായ 2 രാഷ്ട്രീയ പാർട്ടികളുടെ നേതൃത്വത്തിലിരിക്കുന്ന 2 പ്രധാനമന്ത്രി സ്ഥാനാർത്ഥികൾ അവരുടെ വീക്ഷണങ്ങൾ ജനങ്ങളുമായി ഷെയർ ചെയ്യുക. അമേരിക്കയിലൊക്കെ ഇങ്ങനെയുള്ള സംഗതികളൊക്കെ ഉണ്ട്. ടെലിവിഷനിൽ പരസ്പര സംവാദം, അത് ജനങ്ങളെ ആകർഷിക്കുകയും സംവാദത്തിൽ തങ്ങളുടെ രാഷ്ട്രത്തെക്കുറിച്ച് വ്യക്തമായ ധാരണ വെച്ച് പുലർത്തുന്ന ആൾക്കാരെ അമേരിക്കൻ ജനത കൂടുതൽ വോട്ട് നൽകി ഒക്കെ ചെയ്യുന്ന ഒരു ഏർപ്പാടുണ്ട്. പക്ഷേ ഈ അടുത്ത കാലത്തായിട്ട് ഇന്ത്യയിലെല്ലാം ഗിമിക്കുകളാണല്ലോ. അതുകൊണ്ട് ഇന്ത്യയുടെ ഒരു അഭിനവ ഇന്ത്യയുടെ ഒരു ഭാവരൂപം കൂടുതൽ വർഗീയത പറയുന്നവർക്കാണ് വോട്ട് എന്നതുകൊണ്ട് രാഹുൽ ഗാന്ധി ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ നിന്ന് തിരസ്കരിക്കപ്പെട്ട് നിൽക്കുകയാണ്. വളരെ വലിയ യൂണിവേഴ്സിറ്റിയിലൊക്കെ പഠിച്ച് എല്ലാ കാര്യങ്ങളെപ്പറ്റിയും വ്യക്തമായ ധാരണയുള്ള രാഹുൽ ഗാന്ധി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാവണം എന്നാഗ്രഹിക്കുന്ന ആൾക്കാരാണ് ഇന്ത്യയിലെ നല്ല ഒരു ജനസംഖ്യ എന്നാണ് എൻ്റെ വിശ്വാസം. പക്ഷേ മിക്കപ്പോഴും മോഡിയുടെയൊക്കെ ഗിമിക്കുകളിൽപ്പെട്ട് രാഹുൽ ഗാന്ധി എന്ന നേതാവിനെ മനസ്സിലാക്കാൻ ഇന്ത്യൻ ജനതയ്ക്ക് കഴിഞ്ഞിട്ടില്ല. പക്ഷേ രാഹുൽ ഗാന്ധി ജഡ്ജിമാരുടെ ഈ ക്ഷണം സ്വീകരിക്കാനുണ്ടായത്, മോഡി ഇതിനെപ്പറ്റി ഒരക്ഷരം മിണ്ടിയിട്ടില്ല. മോദിയും ബി ജെ പി വിലക്കെടുത്ത മാധ്യമങ്ങളും ഇന്ത്യയുടെ ജനാധിപത്യ മതേതര ബോധത്തെപ്പറ്റിയൊക്കെ നല്ല അവഗാഹവും വീക്ഷണവുമുള്ള രാഹുൽ ഗാന്ധിയെ പപ്പു എന്ന ഇമേജ് നൽകി മാറ്റി നിർത്തിയിരിക്കുകയായിരുന്നു. അദ്ദേഹം ജനങ്ങളുടെ ഇടയിലുള്ള സമ്പർക്കം കൊണ്ട് ഇന്ത്യയുടെ ജനാധിപത്യ മതേതര പുരോഗമന കാഴ്ചപ്പാടുകൾ വിശകലനം ചെയ്തുകൊണ്ടുള്ള അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങളൊക്കെ അദ്ദേഹത്തിൻ്റെ ആ ഇമേജ് മാറ്റിയെടുക്കുകയാണ്. മോദിയും അദ്ദേഹത്തിൻ്റെ മോദി മീഡിയയും നൽകിയ പപ്പു ഇമേജ് രാഹുൽ ഗാന്ധി പുറത്തു വരികയാണ് ഇമേജിൽ നിന്ന്. അതുകൊണ്ട് തന്നെ ഏത് സംവാദത്തിനും രാഹുൽ ഗാന്ധി ശക്തനാണ്. മോഡിയൊക്കെ ഇടിച്ച് നിലംപരിശാക്കാൻ പറ്റുന്ന വിധം സംസാരിക്കുവാൻ കഴിവും പ്രാപ്തിയും അവഗാഹമുള്ള ആളാണ് രാഹുൽ ഗാന്ധി. അതുകൊണ്ടാണ് അദ്ദേഹം ആ ക്ഷണത്തെ സ്വീകരിക്കുകയും മോദി ആ സംവാദത്തിൽ നിന്ന് ഒളിച്ചോടുകയും ചെയ്തത്. രാഹുൽ ഗാന്ധി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാകുമെന്നും അദ്ദേഹം രാജ്യത്തെ പുത്തൻ ഉയരങ്ങളിലേക്ക് നയിക്കുമെന്നും വിശ്വസിക്കാം. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.